ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഞങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മോർണിംഗ് റൂട്ടീൻ ഒന്ന് കണ്ടു നോക്കിയാലോ. എന്നത്തെ പോലെ തന്നെ രാവിലെ എണീച്ച് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്കാട്ടോ പോയിട്ടുള്ളത്. അടുക്കളയിൽ കയറി കഴിഞ്ഞ് പിന്നെ അവിടുത്തെ അംഗം വിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു 8:30-9 മണിയൊക്കെ ആവും കേട്ടോ. ആദ്യം തന്നെ പൊന്നൂര് കൊണ്ടുപോകാനുള്ള ചോറും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. രാവിലെ എണീച്ചിട്ട് എന്തൊക്കെ ചെയ്യണമെന്നും അതുപോലെ തന്നെ പൊന്നൂൻ്റെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെ കൊടുത്തേക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകെ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും കേട്ടോ രാവിലെ ഞാൻ ടൈമൊക്കെ സെറ്റാക്കി വെക്കൽ. അപ്പോൾ ഇന്ന് അവൻ്റെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാമെന്നും അതുപോലെ തന്നെ പപ്പടം ഉണ്ടാക്കാമെന്നായിട്ടൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെണ്ടയ്ക്ക നന്നായി കഴുകിയെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചിക്കൻ മസാലയും കൂടെ ഇട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കും കേട്ടോ. ഞാൻ അതിനിടയിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പൊന്നുവിന് കറി വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതുപോലുള്ള ഫ്രൈ, അതായത് ഈ കിഴങ്ങ് പൊരിച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ വെണ്ടയ്ക്ക പൊരിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ മമ്പയറോ ചെറുപയറോ കടല പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഉപ്പേരി വെച്ചതൊക്കെയാണ് കേട്ടോ അവന് ഏറ്റവും ഇഷ്ടം. എന്തായാലും നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള വെണ്ടയ്ക്ക അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, മുളകൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് പുട്ടാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാനെടുത്ത് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം വേണം പുട്ടുണ്ടാക്കാൻ. ഈ ഒരു 2 അടുപ്പിന് ഞാനൊരു റെസ്റ്റും കൊടുക്കലില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ഒരടുപ്പ് മാറുമ്പോൾ ഒരടുപ്പ് മാറുമ്പോൾ ഒന്ന്, അങ്ങനെ മാറി മാറി ഓരോന്നോരോന്ന് ഉണ്ടാക്കും കേട്ടോ. 8 മണിയാകുമ്പോഴത്തേക്കും പൊന്നൂനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പുട്ടുണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അതാ പുട്ടിനെ പൂർണ്ണമായിട്ട് പുട്ടെന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ തേങ്ങ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഫ്രിഡ്ജിൽ തേങ്ങ ഉണ്ടെന്ന്, പക്ഷെ നോക്കുമ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല. എന്തായാലും എങ്ങനെ ആയാലും കഴിക്കുമല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തു, തേങ്ങ ഇടാത്തൊരു പുട്ടാട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്കുള്ള 2-3 പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ആ പുട്ടിൻ്റെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ആ കഴിഞ്ഞാൽ പിന്നുള്ളത് 1 ടാസ്ക്കാണ് പൊന്നോനെ എണീപ്പിക്കൽ. ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാവം തോന്നും കേട്ടോ, വിളിക്കാനേ തോന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, സ്കൂളിൽ പോകണ്ടേ, അപ്പോൾ വിളിച്ചുണർത്തല്ലാതെ നിവർത്തിയില്ല. എന്തായാലും ചില ദിവസങ്ങളിലൊക്കെ അവൻ നേരത്തെ എണീക്കും, ചിലപ്പോൾ അവനെ വിളിച്ചാൽ എത്ര വിളിച്ചിട്ടുണ്ടെങ്കിലും എണീക്കില്ല കേട്ടോ. അങ്ങനത്തെ അവസ്ഥയാണ്. ഇന്ന് ഏതായാലും പെട്ടെന്നൊക്കെ എണീച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവൻ്റെ അടുത്ത് വേഗം പോയി ബ്രഷ് ചെയ്യാൻ പറഞ്ഞു. ഈ സമയത്തൊക്കെ നമ്മുടെ അച്ചു നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ അവൻ്റെ അടുത്തുനിന്ന് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനുള്ളൊരു സ്വഭാവമാണ് തപ്പിത്തരിഞ്ഞ് ഇങ്ങനെ കരയുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പണീൻ്റെ ഇടയിൽ നിന്ന് അവന് പോയി പാലെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. പിന്നെ എന്താ പൊന്നൂൻ്റെ അടുത്ത് ബ്രഷ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം അയൺ ചെയ്യലായിരുന്നു. പൊന്നൂൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാണ്ടായിരുന്നു, ഏട്ടൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം അടുക്കളയ്ക്ക് തന്നെ പോയിട്ട് നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്ത് ഫ്രൈ ചെയ്തു കേട്ടോ. പുട്ടിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊരു പാത്രം കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ വെണ്ടയ്ക്ക് അത് അതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുട്ടിന് കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ മീൻകറി ആയിരുന്നു കേട്ടോ. നല്ല മത്തിക്കറി കേട്ടോ, കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള മത്തിക്കറി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി. അതിൻ്റെ ഇടയിൽ പൊന്നൂനുള്ള ചായ എടുത്തിട്ടുണ്ടായിരുന്നു. അവനിതുപോലെ തന്നെ ഇന്നലത്തെ മീൻ പൊരിച്ചതും പുട്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ അച്ചു എണീച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അച്ചുവിനെ കുറച്ച് നേരം എടുത്ത് നിന്നിട്ട് പിന്നെ ഏട്ടനെ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ടൊരു കുളി പാസ്സാക്കി കേട്ടോ. രാവിലത്തെ ഈ കുളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ കുളിയുടെ കാര്യം പറയേ വേണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഈ അച്ചു ഒരു തള്ളേമലുട്ടി ആയതുകൊണ്ട് തന്നെ അവനെ എടുത്തുകൊണ്ടേ നടക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്നും രാവിലെ നേരത്തെ കുളിക്കുക ചെയ്യൽ കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഇവളെന്ത് ഈ ഫോണിൽ ഇങ്ങനെ റബ്ബർ ഇട്ടിട്ട് എന്നല്ലേ. എൻ്റെ ഫോൺ ഒന്നുകൂടെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേക്ക് ജസ്റ്റ് ഒരു ഇളക്കം പറ്റിയതുകൊണ്ട് തന്നെ കൂടുതൽ വഷളാവണ്ട വിചാരിച്ചിട്ട് ഞാൻ റബ്ബർ ഇട്ടതാട്ടോ. എന്തായാലും കുളി കഴിഞ്ഞ് വന്നിട്ട് പൊന്നൂനുള്ള ഫുഡൊക്കെ സെറ്റാക്കി കൊടുത്തേ.
ഡെയിലി പൊന്നുവിനെ കുളിപ്പിക്കുന്ന ഡ്യൂട്ടി പ്രജേട്ടൻ്റെയാണ് കേട്ടോ. അപ്പോൾ പ്രജേട്ടൻ അവനെ കുളിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ നേരത്തെ അച്ചു ഭയങ്കര കരച്ചിലായിരുന്നേ. അപ്പോൾ അവനൊരു കഷ്ണം പുട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അവിടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കരച്ചിലൊക്കെ കുറച്ച് നിന്നിട്ടുണ്ടായിരുന്നേ. ഈ സമയം കൊണ്ട് പൊന്നുവിനുള്ള ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ പ്രജേട്ടൻ്റെ കുളിയും ഭക്ഷണം കേൾക്കലൊക്കെ കഴിഞ്ഞ് അച്ഛനും മോനും കൂടെ ഒരുമിച്ച് സ്കൂളിൽ പോവുക ചെയ്യൽ കേട്ടോ. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും അച്ഛനും ഒറ്റയ്ക്കാണ് കേട്ടോ. ഇതുവരെ ചെയ്തുള്ള പണിയും കാര്യങ്ങളൊന്നും ഒന്നുമല്ലേ, ഇനി ഉച്ചക്കത്തേക്കുള്ള പണിയും കാര്യങ്ങളൊക്കെ ഇനി വരാനേ ഇരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും അച്ഛൻ്റെ കൂടെ നടക്കലും ഒക്കെ ആകുമ്പോൾ സമയം പോകുന്നത് അറിയേയില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗൈസ് ഞങ്ങളുടെ രാവിലെ എണീച്ച് 9 മണി വരെയുള്ള റൂട്ടീൻ എന്ന് പറയുന്നത്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്നവരിൽ ഒരു 75% ആൾക്കാരുടെ റൂട്ടീൻ ഇതുപോലെയൊക്കെ ആയിരിക്കുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.